സ്വദേശീവൽക്കരണം ആരംഭിക്കുമ്പോൾ രാജ്യത്തെ 50% സ്ഥാപനങ്ങളും ചുവപ്പ് മഞ്ഞ ഗണത്തിലായിരുന്നു. കുറച്ചു മാസങ്ങൾക്കിടെ ഇത് 84% എത്തിക്കാനായത് അഭിമാനാർഹമായ നേട്ടമാണെന്ന് സൗദി തൊഴിൽ മന്ത്രാലയം വിലയിരുത്തി. ചുവപ്പ് മഞ്ഞ ഗണത്തിലുള്ള 14% സ്ഥാപനങ്ങൾക്ക് മന്ത്രാലയത്തിന്റെ സേവനം നിർത്തിവച്ചിരിക്കുകയാണെന്ന് മന്ത്രാലയത്തിലെ ലേബർ വിഭാഗം അണ്ടർ സെക്രട്ടറി അഹമ്മദ് അൽ ഹുമൈദാൻ പറഞ്ഞു. 2015 ഏപ്രിൽ 20 മുതൽ സ്വദേശീവൽക്കരണത്തിന്റെ തോത് വർദ്ധിപ്പിക്കും. സ്വദേശീവൽക്കരണം യാഥാർത്ഥ്യമാക്കാൻ സ്ഥാപനങ്ങൾക്ക് മതിയായ സാവകാശം അനുവദിച്ചുകൊണ്ടാണ് പരിഷ്കരണം നടപ്പിലാക്കുക. 6 മാസത്തിനുള്ളിൽ കൂടുതൽ സ്വദേശികളെ നിയമിക്കുന്ന സ്ഥാപനങ്ങൾക്ക് അടുത്ത ഘട്ടത്തിലും പച്ചഗണത്തിൽ തുടരാനാവും. ഡിസംബർ 23 മുതൽ നിതാഖാത്തിൽ സ്വദേശികളുടെ എണ്ണം പരിഗണിക്കുന്നതിന് ശരാശരി എണ്ണം കണക്കാക്കുന്ന രീതി അവലംബിക്കും. ഗോസി രജിസ്ട്രേഷൻ അനുസരിച്ച് അവസാനത്തെ 26 ആഴ്ചയിലെ സ്വദേശികളുടെ ശരാശരി എണ്ണം പരിഗണിച്ചാണ് സ്ഥാപനത്തിലെ സ്വദേശീവൽക്കരണത്തിന്റെ തോത് കണക്കാക്കുക. സൗദിയിൽ സ്വദേശി ബിരുദധാരികളുടെ എണ്ണം കൂടി വരുന്ന സാഹചര്യത്തിൽ ജോലിക്കാരെ ആവശ്യമുള്ള സ്ഥാപനങ്ങൾക്ക് വിദേശികൾക്ക് പകരം സ്വദേശികളെ നൽകാനുള്ള പദ്ധതിയാണ് തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലെ ഹദഫ് റിക്രൂട്ടിംഗ് വിഭാഗം നടപ്പിലാക്കി വരുന്നതെന്നും അൽ ഹുമൈദാൻ വിശദീകരിച്ചു. അസ്ഹറുപള്ളിയിൽ, മീഡിയ 1, റിയാദ്.